നമസ്കാരം. വാർത്തകളുമായി അവർ TV 24/7. കേരള ബോർഡ് SSLC പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. ഷാർജ SSLC കേരള ബോർഡ് പൊതുപരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. മലയാളം അഥവാ അഡീഷണൽ വിഷയമായ ഇംഗ്ലീഷാണ് ആദ്യ ദിവസത്തെ പരീക്ഷ. രണ്ടാം ദിവസം മലയാളം 2 അല്ലെങ്കിൽ സ്പെഷ്യൽ ഇംഗ്ലീഷ് പരീക്ഷയാണ്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 9:45 ആദ്യ ദിവസത്തെ പരീക്ഷ അവസാനിക്കും. SSLC പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഉമ്മുൽ ഖൈൻ സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രതികളുടെ വീടുകളിൽ റെയ്ഡ്. ഷഹബാസിനെ മർദ്ദിച്ച് കൊല്ലാൻ ഉപയോഗിച്ച നഞ്ചയ്ക്കും 4 ഫോണുകളും കണ്ടെത്തി. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക തെളിവുകൾ കണ്ടെടുത്ത് പോലീസ്. വിദ്യാർത്ഥികൾ ആക്രമണത്തിന് ഉപയോഗിച്ച നഞ്ചക്കും 4 മൊബൈൽ ഫോണുകളുമാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും അന്വേഷണ സംഘം വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധവും ഫോണുകളും കണ്ടെത്തിയത്. ഫയർഫ്ലൈയുടെ പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങി. സ്വകാര്യ കമ്പനിയുടെ 2ാമത്തെ വിജയകരമായ ദൗത്യം. ടെക്സാസ് സ്വകാര്യ സ്ഥാപനമായ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങി. സ്വകാര്യ ബഹിരാവകാശ ഗവേഷണ രംഗത്തെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേട്ടമാണിത്. ദൗത്യം വിജയകരമായിരുന്നുവെന്ന് ഫയർഫ്ലൈ മിഷൻ കൺട്രോളർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചന്ദ്രനിലെത്തി എന്നായിരുന്നു ഫയർഫ്ലൈയുടെ വാക്കുകൾ. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കവേ സൈന്യത്തിന്റെ വെടിയേറ്റ് മലയാളി മരിച്ചു. ഇസ്രായേൽ മലയാളി വെടിയേറ്റ് മരിച്ചു. തുമ്പ മേനംകുളം സ്വദേശി ഗബ്രിയേൽ പെരേരയാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ എംബസിയുടെ ഇമെയിൽ ഗബ്രിയേലിന്റെ കുടുംബത്തിന് ലഭിച്ചു. ഫെബ്രുവരി 10-നാണ് ഗബ്രിയേൽ വെടിയേറ്റ് മരിച്ചത്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആന്ധ്ര സർക്കാർ. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്ക് 1.5 ലക്ഷം രൂപ. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. നിരീക്ഷണത്തിൽ തുടരും. വെഞ്ഞാറമൂട് കൂട്ടക്കൊല. അഫാന് മാനസികമായ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഖോർഫഖാന്റെ പുതിയ ഭാരവാഹികൾ ചാർജ് എടുത്തു. ക്ലബ്ബ് വാർഷിക യോഗത്തിലായിരുന്നു തീരുമാനം. ബിനോയ് ഫിലിപ്പ് പ്രസിഡന്റ്, ജോബിൻ ടി വർഗീസ് ജനറൽ സെക്രട്ടറി, ഖലീൽ തെക്കിൽ ഖജാൻജി, കുര്യൻ ജെയിംസ് വൈസ് പ്രസിഡന്റ്, കബീർ ജോയിന്റ് സെക്രട്ടറി, റോണി തോമസ് സഹ ഖജാൻജി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ. ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക്. കേരളം സമനില സമ്മതിച്ചു. വിദർഭ രഞ്ജി ട്രോഫി സ്വന്തമാക്കി. KMCC സംഘടിപ്പിച്ച ഫുട്ബോളിൽ കോസ്റ്റൽ FC ചാമ്പ്യന്മാർ. ഇസ്ഗോയുടെ ഗോളിൽ റയൽ മാൻഡസിനെ വീഴ്ത്തി റയൽ ബെറ്റിസ്. ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് ജേതാക്കളാകാൻ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഇന്ന് പോരാട്ടം. 2 ഇന്നിംഗ്സുകളിലും കേരളത്തെ തകർത്ത കരുൺ എന്ന വൻമതിൽ. ക്യാച്ചുകൾ വിട്ടുകളഞ്ഞത് വിനയായി. ഗുകേഷ് നമ്പർ 3 ലോക ചെസ് ചാമ്പ്യന് കരിയറിൽ ഏറ്റവും മികച്ച റാങ്ക്. ലോക ചെസ് ചാമ്പ്യൻ ഇന്ത്യയുടെ ഡി ഗുകേഷ് ക്ലാസിക്കൽ ചെസ് ലോക റാങ്കിൽ 3-ാം സ്ഥാനത്ത്. ലോക ചെസ് സംഘടനയായ ഫിഡെ പ്രസിദ്ധീകരിച്ച പുതിയ പട്ടികയിലാണ് 18-കാരൻ ഗുകേഷ് കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിലെത്തിയത്. ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയതിന് ഗുകേഷിന് 10 പോയിന്റ് ലഭിച്ചിരുന്നു. ഇതോടെ ഗുകേഷിന്റെ ഫിഡെ റേറ്റിംഗ് 2787 ആയി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. This news brought to you by Lucky Center and Lucky Department Store, Ajmal.